കത്തോലിക്ക സഭ അസാധാരണമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. മാർപ്പാപ്പയുടെ വിലക്ക് ലംഘിച്ച് സ്വിറ്റ്സർലൻഡിൽ 4 മെത്രാന്മാരുടെ അഭിഷേകം നടന്നതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. ഇതോടെ സഭ പിളർപ്പിലേക്ക് നീങ്ങുന്നതായാണ് സൂചന. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ലിയോ 14 മാർപ്പാപ്പയുടെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകളെയും മുന്നറിയിപ്പുകളെയും പൂർണ്ണമായി അവഗണിച്ചാണ് ഈ സമാന്തര മെത്രാൻ അഭിഷേകം നടന്നത്. സ്വിറ്റ്സർലൻഡിലെ പർവ്വത ഗ്രാമമായ ഐക്കോണിൽ നടന്ന ചടങ്ങിൽ US, സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 4 വൈദികരാണ് മെത്രാന്മാരായി വാഴിക്കപ്പെട്ടത്. വത്തിക്കാൻ്റെ ഔദ്യോഗിക വിലക്കുണ്ടായിരുന്നിട്ടും ഈ ചരിത്രപരമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ 10,000-കണക്കിന് വിശ്വാസികളാണ് ഐക്കോണിലേക്ക് ഒഴുകിയെത്തിയത്. തീവ്ര യാഥാസ്ഥിതിക നിലപാടുള്ള സൊസൈറ്റി ഓഫ് സെൻറ്റ് പിയൂസ് X എന്ന സംഘടനയിലെ അംഗങ്ങളാണ് അഭിഷേകം ചെയ്യപ്പെട്ട ഈ 4 വൈദികരും. കത്തോലിക്ക സഭയുടെ പരമ്പരാഗത ശൈലിയിലേക്ക് മടങ്ങണമെന്നാണ് ഈ വിഭാഗം വാദിക്കുന്നത്. 1960കളിലും 70കളിലും വത്തിക്കാൻ നടപ്പിലാക്കിയ 2ാം വത്തിക്കാൻ കൗൺസിൽ പരിഷ്കാരങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുന്നവരാണ് ഈ വിഭാഗം. പ്രാദേശിക ഭാഷകളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അനുമതി നൽകിയ വത്തിക്കാൻ്റെ ചരിത്രപരമായ തീരുമാനത്തെ ഇവർ ശക്തമായി എതിർക്കുന്നു. ലത്തീൻ ഭാഷയിൽ മാത്രമേ വിശുദ്ധ കുർബാനയും മറ്റ് തിരുക്കർമ്മങ്ങളും നടത്താവൂ എന്നാണ് ഇവരുടെ കടുപ്പമേറിയ നിലപാട്. അഭിഷേക ചടങ്ങുകൾ നടക്കുന്നതിന് തൊട്ടു മുൻപ് വരെ ലിയോ 14 മാർപ്പാപ്പ സംഘടനയുടെ നേതാക്കളോട് ഈ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ അനധികൃത മെത്രാൻ അഭിഷേകം കത്തോലിക്ക സഭയുടെ ഐക്യത്തിന്മേൽ ഏൽപ്പിക്കുന്ന വലിയൊരു ആഘാതമായിരിക്കുമെന്നും ഇത് സഭയെ പിളർപ്പിലേക്ക് നയിക്കുമെന്നും മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ അന്ത്യശാസ്ത്രങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഐക്കോണിൽ ചടങ്ങുകൾ നടന്നത്. വൻ സുരക്ഷാ സന്നാഹങ്ങളോടെയായിരുന്നു ചടങ്ങുകൾ നടന്നത്. മെഴുകുതിരികളും കുരിശുകളും ധൂപക്കുറ്റികളും ഏന്തിയ 100-കണക്കിന് വൈദികരുടെ അകമ്പടിയോടെയാണ് ചടങ്ങുകൾ പുരോഗമിച്ചത്. പൂർണ്ണമായും ലത്തീൻ ഭാഷയിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. 1970-ൽ ഫ്രഞ്ച് ആർച്ച് ബിഷപ്പായിരുന്ന മാർസൽ ലെഫെബ്രെ സ്ഥാപിച്ച ഈ സംഘടന സഭയ്ക്ക് മധ്യകാലഘട്ടത്തിലുണ്ടായിരുന്ന നിഗൂഢതയും അധികാരശ്രേണിയും നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ്. മറ്റു മതങ്ങളുമായി വത്തിക്കാൻ്റെ സൗഹൃദ ചർച്ചകൾ, മതസ്വാതന്ത്ര്യം ഉറപ്പാക്കൽ, ആധുനിക സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിലെ സഭയുടെ ഇടപെടലുകൾ തുടങ്ങിയവയെല്ലാം ഇവർ ശക്തമായി എതിർക്കുന്നു. കുർബാനമധ്യേ വൈദികർ ജനങ്ങൾക്ക് അഭിമുഖമായി നിൽക്കുന്ന വത്തിക്കാൻ്റെ പുതിയ രീതിയെപ്പോലും ഇവർ അംഗീകരിക്കുന്നില്ല. തങ്ങൾ സഭയിൽ പിളർപ്പുണ്ടാക്കില്ലെന്നും മാർപ്പാപ്പയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെന്നും സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി. എന്നാൽ ഇതര മതങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യാജ ഇടയന്മാരാൽ മാർപ്പാപ്പ അപമാനിതനാകുന്നത് കാണാൻ കഴിയില്ലെന്നുമാണ് ഇവരുടെ വാദം. പുതുതായി ചുമതലയേറ്റ ലിയോ 14 മാർപ്പാപ്പയ്ക്ക് മുന്നിൽ ഈ സംഭവം വലിയൊരു ഭരണപരമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ലോകമെമ്പാടുമുള്ള 140 കോടി വിശ്വാസികളുള്ള കത്തോലിക്ക സഭയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ സംഘടനയിൽ കേവലം 6 ലക്ഷത്തോളം അംഗങ്ങൾ മാത്രമാണ് ഉള്ളത്.